9ാം ക്ലാസ് ഫിസിക്സിലെ എല്ലാം ഇക്വേഷനും ഒരു സിംഗിൾ വീഡിയോയിൽ കിട്ടിയ അങ്ങനെ ഉണ്ടാവും. അതാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്നും കൂടി മനസ്സിലാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ PDF കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക, റിവൈസ് ചെയ്തുകൂടാ. ഓക്കെ, അപ്പോൾ ഓരോരോ ചാപ്റ്റർ വൈസ് നമ്മൾ പോവാം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ ആകെ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം കണ്ടെത്താനുള്ള ഇക്വേഷൻ n=c/v ആണ്. c എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, അത് ഫിക്സ്ഡ് ആണ്, 310⁻⁸ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും വരിക. v എന്ന് പറഞ്ഞാൽ ഏത് മീഡിയത്തിനാണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അത് നിങ്ങൾക്ക് തരും. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നിങ്ങൾക്ക് തരും 2×10⁸ മീറ്റർ/സെക്കൻഡ് ആണെന്ന് തരും. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക, ഇത് രണ്ടും കട്ട് ചെയ്ത് കളയുക, 3/2 1.5 എന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഇങ്ങനെയാണ് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരിക. നേരെ തിരിച്ചും വരാം. ചിലപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് = 2 എന്ന് തരും. എന്നിട്ട് c നമുക്ക് അറിയാം, എന്നിട്ട് ചോദിക്കും വാട്ട് ഈസ് v, വാട്ട് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് ചോദിക്കും, പ്രകാശത്തിൻ്റെ വേഗത എന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു ഫോർമുല ഒന്ന് തിരിച്ചിടുക. നമുക്ക് v അല്ലേ വേണ്ടത്, അപ്പോൾ v-നെ ഇങ്ങോട്ട് കൊണ്ടുപോകുക, n-നെ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ v c/n എന്ന് കിട്ടും. c വീണ്ടും നമുക്കറിയാം 310⁻⁸ ഇട്ട് കൊടുക്കുക, n ഇവിടെ തന്നിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് v കിട്ടിക്കോളും. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ചോദ്യം എന്തായാലും പരീക്ഷയിൽ ഓൾമോസ്റ്റ് ഉറപ്പാണ്. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ന്യൂമറിക്കലൊന്നും ചോദിക്കാനുണ്ടാവില്ല. ഇക്വേഷൻ ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങളിൽ കുറച്ചും കൂടി ഇക്വേഷൻസ് ഉണ്ട്. സിമ്പിളാണല്ല. ഫസ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, ദൂരം ബൈ സമയമാണ്, d/t. പിന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്, പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ബൈ സമയമാണ്, s/t. ഇത് ബേസ് തരങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാറില്ല, എന്നാലും പഠിച്ച് വെച്ചേക്കുക. ആക്സിലറേഷൻ്റെ ചോദ്യം ചോദിക്കും. ത്വരണത്തിൻ്റെ ഇക്വേഷൻ v - u/t. അപ്പോൾ ഫൈനൽ വെലോസിറ്റി തരും, ഇനീഷ്യൽ വെലോസിറ്റി തരും, ടൈമും തരും, എന്നിട്ട് ആക്സിലറേഷൻ ത്വരണം കണ്ടുപിടിക്കാനുള്ള ചോദ്യം പരീക്ഷയിൽ വന്നേക്കാം. ഇവിടെ വേറൊരു ആവശ്യമുള്ള സാധനമാണ്, നിങ്ങൾക്ക് km/h തന്നു വിചാരിക്കാം. സ്പീഡ് 90 km/h തന്നാൽ നിങ്ങൾ 90 എടുത്ത് എഴുതരുത്, അത് മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണം. എങ്ങനെയാക്കുക, × 5/18 ചെയ്യാം. എപ്പോഴും കട്ട് ചെയ്ത് പോകും. 90 പകുതിയാക്കുക 45, 18 പകുതിയാക്കുക 9, 9 × 5 ആണ് 45, 5 മൾട്ടിപ്ലൈ ചെയ്താൽ 25 മീറ്റർ/സെക്കൻഡ് കിട്ടും. അങ്ങനെ ഇങ്ങനെ 25 മീറ്റർ/സെക്കൻഡ് ആക്കിയിട്ട് വേണം ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ബോധം വേണം. ടൈമിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തരും. അപ്പോൾ ടൈം പല വീട്ടിലും t=10 നിങ്ങൾ എടുക്കും. മിനിറ്റിലല്ല സെക്കൻഡിലാണ് ആക്കേണ്ടത്. അപ്പോൾ മിനിറ്റിനെ സെക്കൻഡിലാക്കാൻ × 60 കൊണ്ട് ചെയ്യുക, 600 സെക്കൻഡ് എന്ന് കിട്ടും. ആ 600 ആണ് നമ്മുടെ ടൈം എന്നുള്ള ബോധം ഉണ്ടാവണം. ഓക്കെ, പിന്നെ v = u + at, s = ut + ½ t², v² = u² + 2s. എന്തായാലും ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പരീക്ഷയിൽ ചോദ്യം വന്നിരിക്കും. മൂന്നും പഠിച്ചു വെച്ചോ, ഇത് ബേസ്ഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രാക്ടീസും കൂടി ചെയ്തോ, പരീക്ഷയിൽ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയുള്ള ആ ചാപ്റ്ററിലെ ഇക്വേഷൻസും കാര്യങ്ങളും. ലോസ് ഓഫ് മോഷൻ ചലന നിയമങ്ങളിൽ വന്നാലും സമാന ഇക്വേഷൻസ് ഒക്കെ ഉള്ള ചാപ്റ്ററാണ്. ഫസ്റ്റ് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ പഠിച്ചു നോക്കണം. മാസ് × വെലോസിറ്റിയാണ്. സിമ്പിൾ ന്യൂമറിക്കലേക്ക് വരാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, മൊമെൻറ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക് എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ബേസിക്കലി m × v - u/t അല്ലെങ്കിൽ ma എന്ന് ഉപയോഗിച്ചാലും കിട്ടും. അപ്പോൾ ആക്സിലറേഷനാണ് തന്നെങ്കിൽ ഇത് ഉപയോഗിക്കുക. ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഒക്കെ തന്നിരിക്കുന്നത് ഇത് ഉപയോഗിക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, മൊമെൻറ്റ് വ്യത്യാസത്തിൻ്റെ നിരക്ക്. ഇതേ സെയിം സാധനം തന്നെയാണ് ഫോഴ്സും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ma ആണ്, സിമ്പിൾ ന്യൂമറിക്കൽ വരാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ m × v - u/t ആണ്. ഇതെന്തായാലും ചോദ്യം വന്നിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഒക്കെ തരും, മാസും തരും, ടൈമും തരും, രണ്ടും കൂടി വാട്ട് ഈസ് എ ഫോഴ്സ് ഇട്ട് കൊടുക്കുക, പരിപാടി തീർക്കുക. പിന്നുള്ളത് ഇമ്പൾസ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെയാണ്. ഇമ്പൾസ്, ആവേഗം, ഇതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചോ. ഫോഴ്സ് × ടൈമാണ് ഇമ്പൾസ്. ഇമ്പൾസിന് മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഇമ്പൾസ് = mv - mu. എടോ, mv എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം, mu എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റം. അതായത് mv - mu എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെൻറ്റം, മൊമെൻറ്റ വ്യത്യാസം, ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഇതിന് വേണം m-നെ പുറത്തെടുത്തിട്ട് = m × v - u എന്ന് എഴുതാം കേട്ടോ. ഇമ്പൾസ് ഏതെങ്കിലും ഒരു ചോദ്യം വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഫോഴ്സ് × ടൈം വെച്ചിട്ട് വരാം, ഫോഴ്സും ടൈമും തന്നെങ്കിൽ. ഇനി അതല്ല മാസും വെലോസിറ്റി ഒക്കെ തന്നെങ്കിൽ ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചേക്കുക. പഠിച്ചു വെച്ചോളൂ. ഇത്രയുള്ള ചാപ്റ്റർ പഠിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും. കൂടുതൽ ചാൻസ് ഈ ഒരു ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരാനാണ് കേട്ടോ. ഓക്കെ, ഗ്രാവിറ്റേഷനിലും കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മുടെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇത് ഒന്നെങ്കിൽ d തരും, m തരും, m1 തരും. ജീൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. 6.67 × 10⁻⁻11 ആണെന്ന് പഠിച്ചു വെക്കണം. അത് തന്നിട്ട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ ബാക്കിയുള്ളതൊക്കെ തന്നിട്ട് ഡിയും തന്നിട്ട് പറയും മാസ് കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറയും, ഈ ഫോർമുല എഴുതി വെക്കുക, എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ എർത്തും ഒരു ഒബ്ജക്റ്റ് തമ്മിലുള്ള ഫോഴ്സ്, എർത്തിൻ്റെ മാസ് M ഒബ്ജക്റ്റിൻ്റെ മാസ് സ്മോൾ m ആണെങ്കിൽ ഫോഴ്സ് ഇതായിരിക്കും. സെയിം സാധനം തന്നെ, എർത്തിൻ്റെ മാസും ഒബ്ജക്റ്റിൻ്റെ മാസും ഇട്ട് കൊടുത്തേ ഉള്ളൂ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. നമ്മുടെ 9.8 ഇല്ലേ, G9.8, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. gm/r² ആണ്. ഇതിൽ മാസ് ഓഫ് ബോഡി ഇല്ല. അപ്പോൾ പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറയണം. കാരണം ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ മാസ് ഇല്ലല്ലോ. എന്തൊക്കെ ഉണ്ട്, എർത്തിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എർത്തിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
എർത്തിൻ്റെ സർഫസിൽ 9.8 ആയിരിക്കും, മൂണിൻ്റെ സർഫസിൽ 1.62 ആയിരിക്കും എന്നെല്ലാം പഠിച്ചു വെച്ചു കേട്ടോ. അതായത് എർത്തിൻ്റെ ജീൻ്റെ ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി. ദാറ്റ് ഇസ് ജി ഓഫ് എർത്ത് ബൈ 6 ആയിരിക്കും ജി ഓഫ് മൂൺ. ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കും. പിന്നെ വെയിറ്റിൻ്റെ ഇക്വേഷനാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എം ജി ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യം ഓൾമോസ്റ്റ് ഷുവർ ആണ്, പഠിച്ചു വെച്ചേക്കും. വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എം ജി ഉപയോഗിക്കുക. എം എന്ന് പറഞ്ഞാൽ മാസ്, ജി എന്ന് പറഞ്ഞാൽ 9.8 ആണ് എർത്ത്, വേറെ മൂണിനാണ് 1.62. പിന്നെ കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ്. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണെന്ന് പഠിച്ചു വെച്ചേക്ക്. അപ്പോൾ 2 കിലോഗ്രാം വെയിറ്റ് എങ്ങനെയാണ് ന്യൂട്ടൻ്റെ കേൾക്കുക? 2 × 9.8 ചെയ്യുക, അപ്പോൾ 19.6 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ കിലോഗ്രാം വെയിറ്റിനെ ന്യൂട്ടൺ ആക്കാൻ വെറുതെ എന്ത് ചെയ്താൽ മതി? 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതൊന്ന് പഠിച്ചു വെച്ചേക്ക്. പരീക്ഷയിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം വരാൻ ചാൻസ് കാണുന്നുണ്ട്. പ്ലവക്ഷ മൂലം ബോയൻ ഫോഴ്സിലേക്ക് വരികയാണെങ്കിൽ ആകെ പഠിക്കാനുള്ള മെയിൻ ഇക്വേഷൻ ബോയൻ ഫോഴ്സും ലോസ് ഓഫ് വെയിറ്റും, ഭാരക്കുറവും, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസും, ആദേശം ചെയ്യപ്പെട്ട വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ ഭാരവും എല്ലാം സെയിം ആയിരിക്കും. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഒരു വസ്തുവിൻ്റെ എയർലൈ വെയിറ്റ് മൈനസ് ഫ്ലൂയിഡിൻ്റെ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും. ഇതെന്താണെന്ന് അറിയില്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഒന്നെങ്കിൽ വൺ ഷോട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ലൈവുകൾ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് എങ്കിലും കാണാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ ഇതേ ഉള്ളൂ ശരിക്കും. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, ഒരു വസ്തു എങ്ങനെയാണ് ഫ്ലോട്ട് ചെയ്യുക, എപ്പോഴാണ് ഫ്ലോട്ട് ചെയ്യുക? അവൻ്റെ എയർലൈ വെയിറ്റും അവൻ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെയിറ്റും, അതായത് ഈ ഒരു സാധനവും ഈ സാധനവും ഈക്വൽ ആകുമ്പോൾ, ഇത് രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് 0 ആയിരിക്കും എന്നുള്ളത് ഓർത്തുക. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെന്ന് കേട്ടാൽ ഉറപ്പിച്ചു ഇത് രണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചാൽ ഒരു ചോദ്യം ഉറപ്പാണ്, പഠിച്ചു വെച്ചോ. റിലേറ്റീവ് ഡെൻസിറ്റി പഠിച്ചോ. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഒന്നും ഇല്ല. വസ്തുവിൻ്റെ ഡെൻസിറ്റി തരും, എല്ലാ 1200 ഇതിൽ തരും. വാട്ടർ ഡെൻസിറ്റി നമ്മുടെ ബൈയായിട്ട് പഠിച്ചു പോകണം, 1000 ആണ്. അപ്പോൾ 1200 ഡിവൈഡ് ബൈ 1000 1.2 എന്ന് കിട്ടും. യൂണിറ്റ് ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ചാപ്റ്ററിൽ നിന്ന് വേറെ ഇക്വേഷൻ ഒന്നുമില്ല. വർക്ക് ആൻഡ് എനർജിയിലെ ഇക്വേഷൻസ്, വർക്ക് കണ്ടുപിടിക്കാൻ പറയും. ഫോഴ്സ് 10 ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ എന്നുള്ളത് ഇട്ട് കൊടുക്കുക. വർക്ക് ജൂളിൽ കിട്ടിക്കോളും. ഒരു ഹൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ചോദിക്കും. വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, mgh ആണ് ഫോർമുല. മാസ് തരും, G 9.8 ആണ്. ചിലപ്പോൾ 10 എടുത്തോളാൻ പറയും, പറഞ്ഞാൽ 10 എടുത്തോളാം. ഹൈറ്റ് തരും. വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എത്രയാ? ഗുരുത്വാകർഷണം എഗെയിൻസ്റ്റ് ചെയ്ത എതിർദിശയിൽ ചെയ്ത പ്രവൃത്തി എത്രയാ? mgh കണ്ടുപിടിക്കും. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh ആണ്. കൈനറ്റിക് എനർജിന് 12 mv² ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പാണ്. പിന്നെ ഒരു എനർജി കൺവേർഷൻ പരിപാടിയുണ്ട്. കാലറിയും ജൂളും എനർജിയുടെ ഇക്വേഷൻസ് ആണ്. 1 കാലറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളും 1 കിലോ കാലറി എന്ന് പറഞ്ഞാൽ 4200 ജൂളാണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ കിലോ കാലറിയിൽ തന്നിട്ട് ജൂളിലേക്ക് ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻറ്റു നിങ്ങൾ എന്ത് ചെയ്യണം? 4200 ചെയ്യണം. അതേപോലെ നേരെ തിരിച്ച് ജൂളിൽ തന്നിട്ട് കിലോ കാലറി ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 4200 ചെയ്യണം. ഈ ഒരു ബോധം ഉണ്ടാവണം. വരാൻ ചാൻസ് കാണുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട് ചോദ്യം. പവറിൻ്റെ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. വർക്ക് ബൈ ടൈം ആണ്. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. മറ്റൊരു യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ. ഈ ഹോഴ്സ് പവറും വാട്ടും തമ്മിൽ ബന്ധം കൂടി പഠിച്ചു വെച്ചേക്കും. 1 ഹോഴ്സ് പവർ = 746 വാട്ട്. അപ്പോൾ ഹോഴ്സ് പവറിനെ വാട്ടാക്കണം എന്ത് ചെയ്യണം? ഹോഴ്സ് പവറിനെ വാട്ടിലേക്ക് മാറ്റണമെങ്കിൽ ഇൻറ്റു 746 ചെയ്യണം. അതേപോലെ വാട്ടിനെ തിരിച്ച് ഹോഴ്സ് പവറിലേക്ക് ആക്കണം എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 746 ചെയ്യണം. ഈ ഒരു പരിപാടിയും പഠിച്ചു വെച്ചേക്കും. ഇതിൽ കൂടുതലായിട്ട് അവിടെ ഒന്നുമില്ല. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ Q/T ആണെന്ന് പഠിച്ചു വെക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ W/Q ആണെന്ന് പഠിച്ചു വെക്കുക. ചോദ്യങ്ങൾ വരും. വർക്ക് തരും, ചാർജ് തരും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പം വർക്ക് തരും, ചിലപ്പോൾ ചാർജ് തരും, വോൾട്ടേജ് തരും, വർക്ക് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ W = Q × V ഉപയോഗിക്കാം. V = I ഓംസ് ലോ പഠിച്ചു വെക്കുക. R = V/I എന്നും I = എന്തായിരിക്കും? R നെ കൂടെ കൊണ്ടുവന്നാൽ V/R എന്നല്ലേ വരിക. അതൊന്ന് പഠിച്ചു വെച്ചേക്കും. കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാമല്ലോ. സീരീസിൽ കണക്ട് ചെയ്താൽ, ശ്രേണി രീതിയിൽ കണക്ട് ചെയ്താൽ R1 + R2, മൂന്നാമതൊരുണ്ടെങ്കിൽ +R3 + R4 അങ്ങനെ പോകും. പാരലാണ്. ഇതാണ് ഫോർമുല. 1/R = 1/R1 + 1/R2 + 1/R3. ഇതാണ് പാരലിലെ ഫോർമുല. ഇവിടെ ഒരു കാര്യം കൂടി പഠിച്ചു നോക്കി. 1/R എഫക്റ്റീവ്, രണ്ടുപേര് മാത്രമേ ഉള്ളൂ എങ്കിൽ R എഫക്റ്റീവിന് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം. R1 R2 / R1 + R2 ആണ് ഡയറക്റ്റ് എഴുതി വെക്കാം കേട്ടോ. പിന്നെ മറ്റൊരു ഫോർമുലയായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സെൽസ് സീരീസിൽ കണ്ടിതാൽ, ഇങ്ങനെ സെല്ലുകൾ നമ്മൾ സീരീസിൽ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ വോൾട്ടേജ് = ഓരോന്നിൻ്റെ വോൾട്ടേജ് ആഡ് ചെയ്യുക. V1 + V2 + V3. ഓരോന്നിൻ്റെയും V1 V2 V3 ആണെങ്കിൽ എഫക്റ്റീവ് വോൾട്ടേജ് V1 + V2 + V3 ആണ്. പാരലിൽ കണ്ട് ചെയ്താലോ? പാരലിൽ കണ്ട് ചെയ്താൽ ടോട്ടൽ വോൾട്ടേജ് എത്രയ്ക്കും? V തന്നെയായിരിക്കും. അതായത് 1.5 വോൾട്ട് 1.5 വോൾട്ട് 1.5 വോൾട്ട്. പാരലിൽ കണ്ട് ചെയ്താൽ ടോട്ടൽ എത്ര കിട്ടുള്ളൂ? 1.5 തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഇക്വേഷൻ ഇല്ല. ഓരോന്നിൻ്റെയും വോൾട്ടേജ് തന്നെ ടോട്ടലും കിട്ടുള്ളൂ എന്നുള്ളവർ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. വേറെ അവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. സൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ശരിക്കും ഇക്വേഷൻ ഇല്ല. പക്ഷേ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു പടക്കം പൊട്ടി, ആ പടക്കത്തിൻ്റെ എയറിൽ കൂടിയുള്ള സൗണ്ട് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് തരും. 350 m/s ആയിരിക്കും മിക്കവാറും തരിക. ടൈമും വല്ല 2-3 സെക്കൻഡ് തരും. അപ്പോൾ പടക്കം എവിടെയാണ് പൊട്ടിയത്, എത്ര ദൂരം അകലെയാണ് പൊട്ടിയത്, ഡിസ്റ്റൻസ് = സ്പീഡിന് ടൈം ഉപയോഗിക്കുക. പരിപാടി തീർക്കാം.
പിന്നെ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ്സ് കൂടുതലാണ്, ലിക്വിഡ്സ് കുറച്ചുകൂടി കുറവാണ്, ഗ്യാസസ് ആണ് ഏറ്റവും കുറവെന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. സ്പീഡ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ താപനില കൂടുന്തോറും പ്രവേഗം അഥവാ വേഗത കൂടുന്നുള്ള കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്ററിന് വേറെ ഒന്നും പഠിക്കാനില്ല, ഇക്വേഷൻ വൈസ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇക്വേഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട് റിവൈസും കൂടി ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ പരീക്ഷ പൊളിക്കും.